എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു മുട്ടക്കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണിത്. അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ മുട്ടക്കുറുമ റെഡിയാക്കി നോക്കൂ. പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ, അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ അല്ലിയാണ്, അതൊന്ന് ചെറുതായിട്ട് മുറിച്ചതും 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം ഒരു 2 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ മതി കേട്ടോ. നമ്മളെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ വഴറ്റിയതാ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ, എന്നാലുള്ള നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് ഇതിലേക്ക് ഒരു തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ്, നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളി, അത് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ കുക്കായിട്ടൊന്ന് ഉടഞ്ഞു വന്നോളും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തക്കാളിയും കൂടെ ഉടഞ്ഞു വന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഒരു മസാലയുടെ ഒക്കെ ഒന്ന് പച്ചമണം മാറി വരണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറി വന്നിട്ട് നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒരു 10 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുതിർത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മസാല അരച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ അരച്ചെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുതിർക്കാത്തതായതുകൊണ്ടാണ് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം പൊടിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഒരു മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു പിടി മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം വെള്ളം കൂടെ, ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ ആ ഒരു ഉള്ളി വഴറ്റാൻ എടുത്തിട്ടുള്ള ഒരു പാൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, കഴുകിയിട്ടൊന്നുമില്ല. അതിലേക്കൊരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്കൊരു 2 വറ്റൽമുളക് മുറിച്ചതും ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പുഴുങ്ങി വരഞ്ഞു വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി രുചിയിലുള്ള മുട്ടക്കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തിൻ്റെ കൂടെയും ഇത് കോമ്പിനേഷനാണ് കേട്ടോ. പൊറോട്ടയോ ചപ്പാത്തിയോ അപ്പോ എന്തിലേക്കും അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്